ഹലോ, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നല്ല മഴയായിപ്പം, നേരം വെളുത്തപ്പം തൊട്ട് തുടങ്ങിയ മഴയാണ്. കണ്ടോ, നല്ല മഴയാണ്. ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് കുറച്ച് ചീമച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഇന്ന് ചീമച്ചക്ക കിട്ടിയത് നമുക്ക് കറി വെക്കാം അല്ലേ? കറിയാണോ തോരനാണോ? കറി 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 വെക്കാൻ പോവാന്നേ. തച്ചുവിനും ചീമച്ചക്ക കറി വെക്കാൻ പോവാന്നേ. കറി വെച്ചിട്ട് കാണിക്കാമേ. അങ്ങനെ അമ്മ ചീമച്ചക്ക എല്ലാം അരിഞ്ഞ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കറ പോകണം. കറ പോകാൻ വേണ്ടി അമ്മ എല്ലാം അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. ഇനി കുറേ കഴിഞ്ഞിട്ട് അത് കഴുകി വാരിയെടുക്കും. അമ്മ തേങ്ങ തിരുമ്പാൻ സമ്മതിക്കുന്നില്ല. കണ്ടോ, കുറുമ്പി കാണിക്കുന്ന ബഹളം കണ്ടോ. അമ്മയും കൊണ്ട് തേങ്ങ തിരുമ്മിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ തേങ്ങ തിരുമാൻ വേണ്ടിയാ കയറുക. അപ്പം കാണാവേ. അയ്യോ, എന്തെടുക്കാന്ന് നോക്കാം നമുക്ക്. അയ്യോ, തേങ്ങ തിരുമാൻ എത്തത്തില്ല. തേങ്ങ തിരുമാനം. അങ്ങനെ അമ്മ അതെല്ലാം കഴുകി അടപ്പയിൽ ഇങ്ങനെ ആക്കി വെച്ചേക്കാന്ന്. കഴിഞ്ഞ് ഇത് വേവിച്ചെടുക്കണം. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇടുവേ. ഇപ്പം മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല, ഒന്ന് വേവിക്കാൻ. തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പം മഞ്ഞപ്പൊടിയൊക്കെ ഇടും. അത് വെന്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിനകത്ത് ഇത് കുറച്ച് വേണ്ട തലോടും മാറ്റിയെടുക്കാമേ. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് പിന്നെ അതിനകത്തിട്ട് മസാലയൊക്കെ ഇട്ടും കറുവപ്പട്ടയും ഗ്രാമ്പും അങ്ങനെ കുറേ മസാലയൊക്കെ ഇട്ട് പിന്നെ സവാള പച്ചമുളക് അരിഞ്ഞതും എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി അങ്ങനെ പിന്നെ ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത്, ഉപ്പും കരിവേപ്പിലയും കൂടെ ചേർത്ത് എന്നിട്ട് കഷ്ണത്തിന് ഇട്ടിട്ടുണ്ട്. എന്നാലും ഇച്ചിരി കൂടെ ഉപ്പൊക്കെ ചേർത്ത് വഴറ്റി അതൊന്ന് മൂത്തൊന്ന് വരുന്ന സമയത്ത് ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ടും. മല്ലിപ്പൊടിയും കൂടെ ഇട്ട് വഴറ്റിയിടും. മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂത്തിങ്ങനെ വന്ന് പിന്നെ വേവിച്ച് വെച്ച് നമ്മൾ ചീമച്ചക്കയുടെ കഷ്ണം കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് ഇളക്കി ചോദിപ്പിച്ച് ഇച്ചിരി വെള്ളം ചൂടാക്കി വെച്ചായിരുന്നേ. വെള്ളം ചൂടാക്കിയ വെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കണ്ട. ചൂടാക്കിയ വെള്ളം തന്നെ ഒഴിച്ച് പിന്നെ ഇച്ചിരി മസാലക്കൂട്ട് പൊടിച്ച് വെച്ച മസാലക്കൂട്ടും ചേർത്ത് അതെല്ലാം ചോദിച്ച് വരുന്ന സമയത്ത് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാം. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കുകയല്ല, കുറച്ച് നേരം ഒന്ന് ഇതാക്കിയാൽ മതി, ചൂടാക്കി എടുത്താൽ മതി. അപ്പം ഇന്നത്തെ ചീമച്ചക്കക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ചീമച്ചക്കക്കറി വെച്ചത് എൻ്റെ അമ്മയാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.